C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ വക്കീലിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അളിയ, എന്താടാ? അളിയന്റെ സ്വീകരണം ഞങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇതിനുള്ള മറുപടി അളിയന് ഞങ്ങൾ തരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ഇപ്പൊ എന്തിനാ തുറന്നു വിട്ടത്? കുറച്ചു നേരം കൂടി അതിനകത്ത് ഇടായിരുന്നില്ലേ? അവിനാശ്, പ്രിയെ കല്യാണം ആലോചിച്ചത് ഞാനാ. ഇവരാരും നിർബന്ധിച്ചതുകൊണ്ടല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇനി അവൾക്ക് വേറെ എത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്ന് ആരോപിച്ചാലും എനിക്കറിയാം പ്രിയ എന്താണെന്ന്. അതിനപ്പുറം നിങ്ങളുടെ ഭീഷണിയൊന്നും നടക്കത്തില്ല. എന്തായാലും ഞങ്ങൾ കല്യാണം കഴിക്കും. മുഹൂർത്തമാകുമ്പോൾ അറിയിക്കാം. ഇങ്ങനെ പറഞ്ഞു പോയ ഒരുത്തനുണ്ടായിരുന്നു പണ്ട്. അവനിപ്പോ ഈ ഭൂമിയിലേ ഇല്ല. ഈ ഭൂമി ആരുടെ സ്വന്തമൊന്നുമല്ല. അക്കാര്യം നീ മറക്കരുത്. ഈ ഭൂമി സ്വന്തമാണെന്നും ഇതിൽ ഒരുപാട് കാലം ചക്രവർത്തിയെ പോലെ അഹങ്കരിച്ച് ജീവിക്കാമെന്ന് കരുതിയവരൊക്കെ ജീവിതം പൂർത്തിയാക്കാതെ ഭൂമി വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെ അഹങ്കരിച്ചവരെയൊന്നും അധികം വാഴ്ത്തിയ ചരിത്രമില്ല. അത് ഓർമ്മ വേണം നിനക്ക്. പിന്നെ പ്രിയയുടെ കല്യാണം അത് നടത്തേണ്ടത് എന്റെ കടമയാണ്. അവൾ എന്റെ അനുജത്തിയാ. ഈ ജയപ്രകാശുമായിട്ടാ ഞാൻ അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. അത് നിനക്കറിയാലോ. ആ കല്യാണം ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ ഒരു കുഴപ്പവും കൂടാതെ നടത്തും. എന്തിനാ ഡീക്കെ നിങ്ങൾ ഇങ്ങനെ ഇത്രയ്ക്ക് കഷ്ടപ്പെടാൻ പോകുന്നത്? എന്നെപ്പോലെ അവളെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരാളോട് ഉള്ളപ്പോ അവളെ വേറൊരാൾക്ക് കല്യാണം വെച്ചു കൊടുക്കുന്നത് ശരിയാണോ ഡീക്കെ? ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കല്യാണം നടത്തിയതാ. ഞങ്ങൾ സന്തോഷമായിട്ട് എവിടെയും ജീവിച്ചോളാം. നിനക്കൊരു കാര്യം അറിയാം അവിനാഷ്, ഈ ജയപ്രകാശുമായിട്ടുള്ള കല്യാണം ആലോചിക്കുമ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയമോളുടെ വിവാഹ ജീവിതത്തെപ്പറ്റി. നീ എത്ര വഴി തടഞ്ഞു നിന്നാലും ഈ ജയപ്രകാശിൻ്റെയും പ്രിയയുടെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും. അതിന് ഞാൻ നിന്നെ ഇപ്പോഴേ ക്ഷണിക്കുക. വന്നേക്കണം. തീയതിയും സ്ഥലവും സമയവും ഞാൻ നിന്നെ അറിയിക്കാം. ഓക്കെ? വടാ. ആ വക്കീലേ, ഈക്കെ എങ്ങനെ പലതും പറയും എന്ന് കരുതി താനത് കേട്ട് തുള്ളാനൊന്നും നിൽക്കണ്ട. അങ്ങനെ തുള്ളാൻ നോക്കിയവരൊക്കെ ഇപ്പം മണ്ണിനടിയില്ല. അവിനാശേ, എന്റെ അമ്മയുടെ വയറ്റിന്ന് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇത്ര കാലം ജീവിച്ചോളെന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ പ്രിയയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. രാജീവിന്റെ കേസിൽ തന്നെ പൂട്ടി ജയിലിനകത്താക്കിയിട്ട് മാത്രമേ ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. രാജീവിന്റെ കേസിൽ താൻ കോടതിയിൽ വന്ന് നിൽക്കും. ഈ കറുത്ത കൊണ്ട പവർ എന്താണെന്ന് അപ്പൊ ഞാൻ കാണിച്ചു തരാം. പറട്ടെ? അല്ല, നമ്മൾ എപ്പോഴാ പോകുന്നേ? നമ്മളിപ്പോ പോകുന്നില്ല. അതെന്തായിട്ട് നമ്മൾ പോവാത്തെ? ഇങ്ങനൊരു ഓഫർ കിട്ടുമ്പോ നമ്മൾ പോവേണ്ടതല്ലേ? നമ്മൾ പോയില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകില്ലേ? ക്യാൻസൽ ആവും. പക്ഷേ ഇപ്പൊ നമ്മൾ പോയാൽ പറ്റില്ല ജ്യോതി. അതെന്താ പറ്റാത്തെ? ഇവിടെ ചെയ്തു തീർക്കാൻ അത്രയേറെ കാര്യങ്ങളുണ്ട്. പ്രിയയുടെ കല്യാണം കഴിയാതെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെയും കൂട്ടി ഒരുമിച്ചൊരു ട്രിപ്പ് പോവാം. തനിക്ക് വിഷമായോ?
ഹണിമൂൺ ട്രിപ്പിന് ഓഫർ വന്നിട്ട് പോകാതിരുന്ന തനിക്കെന്നല്ല ഏതൊരു ഭാര്യയ്ക്കും അത് വിഷമാവും. എനിക്ക് വിഷമമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നോടും കുടുംബത്തോടും ഏട്ടൻ കാണിക്കുന്ന സ്നേഹവും കരുതലും കാണുമ്പോൾ ഈ കാരുണ്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല. എടോ, തൻ്റെ കുടുംബം എൻ്റെ കുടുംബം എന്നൊന്നും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയയുടെ കല്യാണം. കുറച്ചും കൂടി സമയം വേണമെന്നാ പ്രിയ പറയുന്നത്. സമയം കൊടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം സ്വയം അവസാനിക്കും? ഒരിക്കലുമില്ല. വീണ്ടും ഇതെല്ലാം വഷളാക്കാൻ അവന് കൂടുതൽ സമയം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ വിവാഹം നടത്തുക വേണ്ടത്. അത് താൻ പ്രിയെ പറഞ്ഞെന്ന് മനസ്സിലാക്കണം. ഞാൻ എത്ര പറഞ്ഞാലും അവക്കൊന്ന് തലയെ കയറണ്ടേ. അവനാശിന്റെ ശല്യം എങ്ങനെയെങ്കിലും മാറിക്കിട്ടാതെ അവൾ ഇതിന് സമ്മതിക്കില്ല എന്നുള്ള വാശിയില്ല. അങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്ന എപ്പോഴാണെന്ന് അറിയോ തനിക്ക്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെടുമ്പോഴല്ല, എടുക്കേണ്ട സമയത്ത് കൃത്യമായ തീരുമാനം എടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകുന്നത്. പ്രിയയുടെ കാര്യത്തിൽ ഇനി അത് സംഭവിക്കാൻ പാടില്ല. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനം നടപ്പാക്കാനുള്ള സമയം മാത്രമേ ഞാൻ അവൾക്ക് കൊടുക്കൂ. അതവൾ എത്രയൊക്കെ കരഞ്ഞാലും വാശി പിടിച്ചാലും ഞാൻ ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും. സത്യം പറഞ്ഞ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ലോകത്തെ ഏത് പെണ്ണും കൊതിക്കും. എന്താ പറഞ്ഞേ? അത്രയ്ക്കൊന്നും പുകഴ്ത്തണ്ട. ഒരു ഭർത്താവ് എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അയാളുടെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കും. അതിന് കാരണം എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും രണ്ടല്ല, ഒന്നാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.